ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ദോശയല്ല കേട്ടോ, വെറൈറ്റി. ഇന്ന് ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ നമ്മൾ പുറത്ത് പോയ സമയത്ത് നമ്മൾ ദോശേൻ്റെ മാവൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് പറ്റിയ ഉഴുന്ന് കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ. ഉഴുന്ന് നല്ലത് എനിക്ക് കിട്ടണില്ല, പച്ചരിയും നല്ലത് എനിക്ക് കിട്ടണില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ബാറ്റർ തന്നെ മേടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലിക്ക് ഇട്ടു. ഞാനത് വെച്ചിട്ട് പിന്നെ ചമ്മന്തിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ചമ്മന്തിക്ക് ഇട്ട സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ പറയാറില്ല ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് ഫയർ അലാം അടിക്കുന്നു. ഇന്ന് ചമ്മന്തി ഉണ്ടാക്കിയത് നമ്മൾ തേങ്ങയും സവാളയൊക്കെ കൂടെ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചിട്ട് അങ്ങനെയാണ് ഞാനിന്ന് ചമ്മന്തി ഉണ്ടാക്കാൻ വെച്ചത്. ഞാൻ വെളിച്ചെണ്ണ വെച്ച് ഗ്യാസ് കത്തിച്ചിട്ട് ഞാൻ ഫോൺ വിളിക്കാൻ പോയി. ഞാൻ മറന്നുപോയി ആ സാധനം. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുകഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും ഫയർ അലാം അടി തുടങ്ങി. എന്നിട്ട് താഴെ നിന്ന് സെക്യൂരിറ്റിയൊക്കെ വന്നു. പുകയുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ട് അവർ പോയത്. ജസ്റ്റ് ഒന്ന് പുകഞ്ഞു തുടങ്ങിയുള്ളൂ, അപ്പോഴത്തേക്കും ഫയർ അലാം അടിച്ച്. അങ്ങനെ ഇന്ന് ഐശ്വര്യമായിട്ട് ഞങ്ങൾ തുടങ്ങിക്കൊടുത്തു. ഇന്ന് ഉച്ചയല്ല, വൈകുന്നേരത്തിന് മുന്നായിട്ട് ഒരു 4 തവണ 3 തവണയാണെന്ന് തോന്നുന്നു ഫയർ അലാം അടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് തുടങ്ങിയാലും നല്ല ഐശ്വര്യമാണെന്നത്. ഇതിന് തൊട്ട് മുന്നായിട്ട് ഫയർ അലാമൊക്കെ അടിച്ച് അവരൊക്കെ വന്ന് ചെക്കൊക്കെ ചെയ്ത് പോയിട്ടാണ് ഞാൻ പിന്നെ ബാക്കി എൻ്റെ പരിപാടിയിലോട്ടേക്ക് കിടന്നത്. അപ്പം ഇത് സാധാ ഒരു ചമ്മന്തി കേട്ടോ. ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ചെയ്യുമ്പം നല്ല ഒരു സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇഡ്ഡലിയൊക്കെ അപ്പച്ചെമ്പിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് നേരം ഒന്ന് ആറാൻ വേണ്ടിയിട്ട് വെച്ചു. അങ്ങനെ ആറാൻ വേണ്ടിയിട്ട് വെക്കുമ്പോഴാണല്ലോ നമ്മൾക്ക് നല്ല നൈസായിട്ട് സംഭവം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എവിടെയും പറ്റി പിടിക്കാണ്ട് നന്നായിട്ട് കിട്ടുക. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർ പറയാൻ വെളിച്ചെണ്ണ തേച്ചാൽ മാത്രം മതി, ചൂടാറാൻ നിന്നില്ലെങ്കിലും വിട്ട് വരും എന്നുള്ളത്. പക്ഷേ എനിക്കങ്ങനെ വരാറില്ല. വെളിച്ചെണ്ണ പുരട്ടിയിട്ടും ചൂടാറാതെ ഞാൻ ധൃതിയിലെങ്ങാനും അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടിപ്പിടിക്കും. നമ്മളൊന്ന് തണുത്ത് നല്ല സെറ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല നൈസായിട്ട് അങ്ങനെ അധികം നല്ലത് കണ്ടില്ലേ, തീരൊട്ട് പിടിക്കാണ്ട് നല്ല സെറ്റായിട്ട് ഇഡ്ഡലി വന്നിട്ടുണ്ട്. ഈ മാവൊക്കെ ഇപ്പം നമ്മൾ മേടിക്കുന്നത് നല്ല മാവാണ്. പിന്നെ ചായ ഇട്ടു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചമ്മന്തിയൊക്കെ ഞാൻ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഭക്ഷണമെല്ലാം കഴിച്ചത് ഇത്രയും പാത്രങ്ങൾ കിടക്കണ്ടായിരുന്നു അവിടെ. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് മറ്റേ ഫയർ അലാം അടിച്ച് അവരൊക്കെ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പാത്രം കഴുകാൻ വേണ്ടി വിട്ടുപോയി. ശരിക്കും പേടിച്ചു പോയി കേട്ടോ. കാരണം എപ്പോഴും ഇവിടെ കേൾക്കുന്നുണ്ട്. എത്ര കണ്ട് എന്താ പറയുക, ഇപ്പം ഇവിടെ വന്നേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ സാധനം കേൾക്കുന്നുണ്ട്. എന്നാലും ആ ഒരു ഒച്ച കേൾക്കുമ്പം എന്തോ ചങ്കിങ്ങനെ പെടപെടാന്ന് കിടന്ന് ഇടിക്കും. അപ്പോൾ ഇത്രയും നാൾ ഞാനിങ്ങനെ ആരടാ ഈ മറ്റേ ആ ഒരു മേലോട്ട് പോണ ഒച്ചയിടുന്ന സാധനമില്ലേ, കുക്ക് ചെയ്യുമ്പോൾ ഒരു സാധനം ഇവിടെ നിൽക്കും. എന്താ അതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. എക്സോസ്റ്റാണ് ആ സാധനം. അതൊക്കെ ഓൺ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ചെയ്യാറ്. പക്ഷേ ഇന്ന് എനിക്കൊരു ജസ്റ്റ് ഒരു അബദ്ധം പറ്റി. അതും ഓണായിരുന്നു, നമ്മുടെ ജനലൊക്കെ ഓപ്പൺ ആയിരുന്നു കേട്ടോ. പക്ഷേ വർത്താനത്തിൽ മുഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് പുകഞ്ഞുള്ളൂ. അപ്പോൾ ഞാൻ ഏട്ടനോട് പറയായിരുന്നു, ഇങ്ങനെ ഫയർ അലാം അടിക്കണതാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഞങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഏത് നേരവും ഫയർ അലാം അടിക്കാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷെ ഒരു കണക്കിന് നല്ലതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് പുകഞ്ഞൊരു ചെറിയത് വന്നപ്പോഴത്തേക്കും ഇതടിക്കുമ്പം നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ സെറ്റപ്പൊക്കെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. പക്ഷെ എന്നാലും അത് അടിക്കുമ്പം ഭയങ്കര പേടിയാണ്. പിന്നെ ഇന്നൊരു 3 തവണ കേട്ടു. അതിന് ആരുടെ റൂമിൽ എന്തുണ്ടായിട്ടാണെന്ന് ദൈവത്തിനറിയാം. പിന്നെ നമ്മളിത് ഏട്ടന് ഇന്ന് ഈവനിങ് ഷിഫ്റ്റാണ്. അപ്പം നമ്മൾ നിറയെ സമയം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് സാവധാനം ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ തേക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. രാവിലെ പോണ ദിവസമാകുമ്പോൾ നമ്മൾക്ക് ഭയങ്കര വെപ്രാളമാണ്. കഴിഞ്ഞ ദിവസം മസാല ദോശ ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് നേരം വൈകി. ഞാൻ കുക്കർ വാങ്ങിച്ചിട്ടില്ലല്ലോ, മേടിക്കണമെന്നായിട്ട് ഇതുവരെ മേടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങും ബീറ്റ്റൂട്ടും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. വേവാൻ ഇച്ചിരി സമയം എടുത്തിരുന്നു. അന്ന് ഞാൻ ധൃതി പിടിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇന്നിപ്പം സാവധാനം സമയം എടുത്തിട്ട് പയ്യെ ഇരുന്നിട്ടൊക്കെയാണ്. അപ്പോൾ വെളുപ്പമാകുമ്പോഴായിട്ട് ഏട്ടൻ വരുള്ളൂ. ആ ഒരു പ്രശ്നമുണ്ട്. പോകുമ്പോൾ നമുക്ക് സമാധാനത്തിൽ പോയാൽ മതി എന്നുണ്ടെങ്കിലും അങ്ങനെ തേക്കാനുള്ളതൊക്കെ തേച്ചു. പിന്നെ ഇപ്പം നമ്മൾ ഷർട്ടിൻ്റെ തുണിയൊക്കെ കോട്ടനൊക്കെ മാറ്റി. എനിക്ക് തേക്കാൻ അറിയാത്തതുകൊണ്ട് കോട്ടനൊക്കെ ആണെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ ചുളുങ്ങിയിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ ആക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് അങ്ങ് ഇരുന്നോളൂ കേട്ടോ. ശരിക്കും ഈ തേക്കലതൊക്കെ ഒരു കലയാണ് എൻ്റെ അഭിപ്രായത്തിൽ. നല്ല രീതിക്ക് തേക്കാനായിട്ട് എൻ്റെ പപ്പയൊക്കെ നന്നായിട്ട് തേക്കും. അതേപോലെ ഏട്ടൻ്റെ അമ്മയും നല്ല സൂപ്പറായിട്ട് സംഭവമൊക്കെ തേക്കും.
അപ്പം അതൊക്കെ ശരിക്കും ഒരു കഴിവാണ്. എനിക്ക് മര്യാദയ്ക്ക് തേക്കാൻ അറിയില്ല. ഞാൻ തേച്ചാലും എവിടെയെങ്കിലുമൊക്കെ ചുളിവൊക്കെ ഉണ്ടാവും. പിന്നെ ഏട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാനും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ കൈയോട് കൂടെ എന്താണ് അരി ഇട്ടു കേട്ടോ. ഞാൻ ഇന്ന് സാധാരണ രീതിയിൽ ഞാനിപ്പം ചോറ് വെച്ചിട്ട് കറി ഉണ്ടാക്കിയിട്ട് രാത്രിയിലത്തേക്കുള്ളത് ഞാൻ പിന്നെ ഏട്ടൻ വരാറാവണ ഏകദേശം ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഞാൻ ഉണ്ടാക്കാറുള്ളൂ. ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇന്ന് ഫയർ അലാം അടിച്ചുകൊണ്ട് എനിക്ക് പിന്നെ പേടിയായി കുക്ക് ചെയ്യാൻ. ഇന്ന് പ്രത്യേകിച്ചും നമ്മുടെ മുറിയിൽ അങ്ങനെ വന്നതുകൊണ്ടാണല്ലോ ആദ്യത്തെ തവണ അലാറം അടിച്ചത്. പിന്നെ എനിക്ക് പേടി, അതുകൊണ്ട് ഞാൻ കയ്യോടുകൂടെ ഞാൻ ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ പോയത്. പക്ഷേ പഴം എല്ലാം വാങ്ങിച്ചു. പക്ഷേ പകുതി എത്തിയപ്പോഴാണ് ഞാൻ ശർക്കര വാങ്ങിച്ചിട്ടില്ല എന്ന് വിചാരിച്ചത്, ഓർത്തത്. എന്നിട്ട് ഞാൻ പിന്നെ പണ്ട് മമ്മി ഉണ്ടാക്കി തരുന്നൊരു സാധനമുണ്ട്, അപ്പവും എന്തപ്പാണത്, മുട്ടപ്പോ അങ്ങനെ എന്തുമായിരുന്നു. പക്ഷെ അതിൽ ഞാൻ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തി. നമ്മൾ പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പഴം ഓൾറെഡി പഴുത്തതായിരുന്നു. അപ്പോൾ ഇനി അത് പഴുത്ത് ചീത്തയാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് ഒരു സാധനം ഉണ്ടാക്കി, ശർക്കര വാങ്ങിക്കാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മൈദയും കൂടി ഇട്ടു. ഞാൻ എന്താ പറഞ്ഞു എന്ന് വെച്ചാൽ, ഞാൻ 4 മണിയുടെ പലഹാരം മുതൽ ഉച്ചയ്ക്കലത്തെ ഭക്ഷണം രാത്രിയിലത്തെ കറി വരെ ഞാൻ ഈ കൈയോടുകൂടെ ഉണ്ടാക്കി വെച്ചു. പിന്നെ എനിക്ക് ആ ഗ്യാസ് ഓൺ ചെയ്യണ്ടല്ലോ, എന്തോ ഒരു പേടിയായി പിന്നെ ഫയർ അലാം അടിച്ചപ്പോൾ. അപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അരിപ്പൊടിയും കുറച്ച് മൈദ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 2 പഴം, ചെറുപഴമാണെന്ന് തോന്നുന്നൊരു കുഞ്ഞിപ്പഴം ഞാൻ ഇന്ത്യൻ്റെ കണ്ടു, അപ്പോൾ ഞാനത് എടുത്തിട്ട് വന്നു. അങ്ങനെ പഴവും ഇട്ടു. പിന്നെ അതിനുള്ളിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു 2 ഏലക്കയും കൂടെ പൊടിച്ച് ചേർത്തിട്ട് അങ്ങ് ഏതെങ്കിലുമൊക്കെ ഒരു ഷേപ്പിൽ, അതിൽ ഉണ്ണിയപ്പം ചട്ടിയൊന്നുമില്ല, അപ്പോൾ ഒരു ഷേപ്പിൽ അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. ഉണ്ണിയപ്പം കുറേ നാളായി കഴിക്കണമെന്ന് ഇങ്ങനെ ആഗ്രഹം വരണം. കടയിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിനെക്കാട്ടിലും നല്ലത് ഞാൻ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. നമ്മുടെ മൊബൈലിൽ ഞാൻ ലിസ്റ്റ് എഴുതിയ കൂട്ടത്തിലും ശർക്കര ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. പിന്നെ വേണമെങ്കിലൊക്കെ പോയി മേടിക്കായിരുന്നു കേട്ടോ, കാരണം നടക്കാനുള്ള ദൂരേ ഉള്ളൂ കടയിലോട്ട്. പക്ഷെ മടി, അതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഈ സൈഡിൽ ഞാൻ ചോറൊക്കെ നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കാനുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മുടെ സാധാ മാവില്ല അതേപോലെ ഒന്ന് അരച്ചെടുക്കുവാണ്. അപ്പോൾ നമ്മളുടെ മാവൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾക്ക് ചോറിൻ്റെ കറിയും രാത്രിയിലത്തെയും ചോറിൻ്റെയും കറിയൊക്കെ സെയിമാണ് കേട്ടോ. അതുണ്ടാക്കുന്ന സമയം വരെ ജസ്റ്റ് ഒന്ന് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യും. എനിക്ക് പണ്ടേ മമ്മി ഉണ്ടാക്കി തരുമ്പോൾ അരിപ്പൊടിയും ഇച്ചിരി ഗോതമ്പ് പൊടിയും പിന്നെ മുട്ടയിടും, ഏലക്കയിടും, ഉപ്പ്, പഞ്ചസാര, ഇത്രയും സാധനങ്ങളായിട്ട് മമ്മി ഇടാറ്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പഴം കൂടെ ജസ്റ്റ് ആഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തൊക്കെ പോയതുകൊണ്ട് ഞാൻ അടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങ് തൂക്കാമെന്ന് വിചാരിച്ചു. തുടച്ചിട്ട് കുറച്ച് കാലമായി. ഇനിയിപ്പം നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഒന്ന് തുടയ്ക്കണം. അടുക്കള നല്ല രീതിക്ക് അലമ്പായി കിടക്കണമായിരുന്നു. റൂമൊന്നും അത്ര കണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പം അടുക്കള മാത്രം ഞാനൊന്ന് തൂത്തിട്ടു. കാരണം അടുക്കളയിൽ നമ്മളെപ്പോഴും ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കും, ചില സമയത്തൊക്കെ അത് തെറിച്ച് വീഴൊക്കെ ചെയ്യുന്നതുകൊണ്ടേ അതിങ്ങനെ ചവിട്ടിയിട്ട് ഇങ്ങനെ ചെളിയൊക്കെ പിടിച്ച് കിടക്കണുണ്ടായിരുന്നു. അപ്പം ഞാൻ അടിച്ചു കഴിഞ്ഞപ്പം അടുക്കള മാത്രം ഞാൻ തുടച്ചു. ഇവിടെ ഞാൻ തുടച്ചില്ല. ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് ശുദ്ധീകരണം നടത്തണം. നമ്മുടെ അടുക്കളയുടെ വാഷിംഗ് മെഷീനും ആ ഒരു നമ്മുടെ സ്റ്റൗവില്ലേ അതെല്ലാം കൂടെ ഒന്ന് നീക്കിയിട്ട്, അത് ഏട്ടനുള്ള ഏതെങ്കിലും ഒരു ദിവസമേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് നീക്കിയിട്ട് അതിൻ്റെ ഇടയിലൊക്കെ അത്യാവശ്യം പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പം അടിക്കുമ്പോഴാണെങ്കിലും അതിൻ്റെ വിടവിലേക്ക് അങ്ങ് എത്തണില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഉണക്കമീൻ മേടിക്കാൻ പോയിട്ട് ഡ്രൈഡ് കസ്കി മേടിച്ചു കൊണ്ട് വന്നില്ലേ, അപ്പോൾ അത് ഇനി ഇരിക്കാനുണ്ട്, അത് തീർക്കണം എങ്ങനെയെങ്കിലും. ഏട്ടനാണെങ്കിൽ കഴിക്കില്ല, നമ്മൾ രാത്രി ഇപ്പോൾ ചപ്പാത്തി ചെയ്തുകൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ അതാക്കാം. പിന്നെ രാത്രിയിലത്തേക്ക് ചപ്പാത്തിക്ക് പരിപ്പ് കറിയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴേ പരിപ്പ് കറിയും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് എനിക്ക് ഇത് രണ്ടും കുറച്ച് കഴിക്കാം.
ചോറ് പക്ഷേ വല്ലപ്പോഴാണ്. ഇന്നിപ്പം ഞാൻ പറഞ്ഞു, ഏട്ടൻ പറഞ്ഞു നീ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോറ് വെക്കാതിരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ചോറ് വെച്ച് ഒരു ഇച്ചിരി കഴിക്കാമെന്നങ്ങ് വിചാരിച്ചു. ഇടയ്ക്ക് നമുക്കിങ്ങനെ ആഗ്രഹം വരുമല്ലോ. ഇനിയിപ്പം ഈ തവണ ഇട്ടത് തീർന്നു കഴിയുമ്പോൾ പിന്നെ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ചോറ് വെക്കേണ്ടാവുള്ളൂ. അപ്പം ഇതിന് പിന്നെ പുതിയ റെസിപ്പിയൊന്നും ഞാൻ തപ്പാൻ പോയില്ല കേട്ടോ. അന്ന് വെച്ച പോലെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം എങ്ങനെയൊക്കെ വെച്ചാലും ഈ സാധനത്തിന് ഈ ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ച പോലെ തന്നെ ഞാൻ ചെയ്ത് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇട്ടു, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇടിച്ച മുളക്, വേപ്പില, നമ്മളുടെ മീൻ അതെല്ലാം കൂടി ഇട്ടിട്ട് ഞാനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തു. പിന്നെ ഈ പരിപ്പ് വേവിക്കുമ്പോൾ നമ്മൾക്കിങ്ങനെ ഞാനിപ്പോഴൊരു പതഞ്ഞ് പൊങ്ങണ പോലത്തെ ഒരു സംഭവം പറയാറില്ലേ, അത് വരാതിരിക്കാൻ ഓയിൽ ഒഴിച്ചാൽ നല്ലതാണെന്ന് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. അപ്പോൾ എൻ്റെ കയ്യിൽ ഓയിലില്ലാത്തത് കൊണ്ട് ഞാൻ വെളിച്ചെണ്ണ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയത്, പക്ഷേ സക്സസ് ആയില്ല. ഇനി ഓയിൽ മേടിച്ചിട്ട് ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എല്ലാം കൈയോടുകൂടി ഉണ്ടാക്കി തീർക്കുകയാണെന്ന്. അപ്പം പരിപ്പ് കറി എന്തോ ആയെന്ന് തോന്നണം, ഞാൻ ഓർക്കണില്ല. എന്തോ ആയി കഴിഞ്ഞില്ല, പരിപ്പ് അവിടെ വെന്തുകൊണ്ടിരിക്കണോ, നമ്മുടെ മീൻകറി സെറ്റായി. അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ നമ്മളുടെ മറ്റു സംഭവം കൂടെ ജസ്റ്റ് ഇങ്ങനെ എൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കോരി ഒഴിച്ചെടുക്കുക. അപ്പോൾ അത്യാവശ്യം വലിപ്പമായിരുന്നു. അത് ഞാൻ വിചാരിച്ചു കുഞ്ഞി ഉണ്ണിയപ്പം നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ, അല്ലെങ്കിൽ അതേപോലെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഏകദേശം ഒരു നെയ്യപ്പത്തിൻ്റെ ഒരു പരുവത്തിലോട്ട് സംഭവം വന്നിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം. ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം. പക്ഷേ എൻ്റെ ഒരു നിഗമനത്തിൽ ഒരു 90% ആൾക്കാർക്കെങ്കിലും ഈ ഒരു റെസിപ്പി അറിയുന്നുണ്ടായിരിക്കും. കാരണം യൂട്യൂബിലൊക്കെ അത്യാവശ്യം ഉണ്ട്. എനിക്ക് പക്ഷേ ഇത് പണ്ട് മമ്മി ഉണ്ടാക്കി തന്നിരിക്കുന്ന ഒരു ഓർമ്മയാണ്. അതിൽ മമ്മി പഴം ചേർക്കാറില്ല, ഞാൻ പഴം ചേർത്തു എന്ന് മാത്രം. അങ്ങനെയല്ല, ശരിക്കും ഞാൻ മുട്ടയാണ് ലാസ്റ്റ് ചേർത്തത്. നമ്മൾ ഉണ്ണിയപ്പത്തിന് നമ്മൾ പഴം ഇടുമല്ലോ, അപ്പോൾ പിന്നെ ഒരു മുട്ട ഇരിക്കാനുണ്ട്, അപ്പോൾ അതും കൂടെ അങ്ങ് ആവട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ എനിക്കും ഏട്ടനും കൂടെ വേണ്ടിയിട്ടുള്ളത് ഒരു 5-6 എണ്ണം ഞാൻ ചുട്ടുമെന്ന് തോന്നുന്നു. 5-6 എണ്ണം ഞാനതാക്കി. അങ്ങനെ നമ്മളുടെ ഇത് പരിപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പരിപ്പിനാണെങ്കിലും ഞാൻ ഇടിച്ച മുളകാണ് ഇട്ടത്. ഇടിച്ച മുളക് ഇട്ടിട്ടും പരിപ്പ് ഉണ്ടാക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നമ്മളുടെ പരിപ്പ് കറി എനിക്ക് ഉച്ചയ്ക്കലത്തേക്കും രാത്രിക്കും നമുക്ക് ചപ്പാത്തിക്കും വേണ്ട പരിപ്പ് കറി സംഭവങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ അലക്കി കഴിഞ്ഞപ്പോൾ അതൊക്കെ കൂടെ ഞാൻ വിരിച്ചിട്ടു. 2 ട്രിപ്പായിട്ടാണ് ഏട്ടൻ്റെ യൂണിഫോം ഞാൻ ഫസ്റ്റ് അലക്കി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റുള്ള ഡ്രസ്സൊക്കെ അലക്കിയത്. അങ്ങനെ ആ ഒരു പണിയും കൂടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒറ്റയടിക്ക് ഞാൻ എല്ലാം തീർത്തു. സാധാരണ ഈ കുക്കിങ്ങും പിന്നെ ഈ പറഞ്ഞ മുട്ടയപ്പൊക്കെ ഉണ്ടാക്കൽ രാത്രി അല്ലെങ്കിൽ ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വേഗം അങ്ങ് പരിപാടി തീർത്തു. പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി സെറ്റ് ചെയ്ത് വെച്ചു. ഇപ്പം ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാം കുക്കിങ്ങും സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ മറ്റേ പുറത്തുനിന്ന് നല്ല സൂര്യൻ്റെ ഇതടിക്കേണ്ടത്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് മഞ്ഞപ്പൊടി, ഞാനിന്ന് എന്തോ വെപ്രാളത്തിൽ പരിപ്പിലേക്ക് മഞ്ഞപ്പൊടി ഇട്ടപ്പോൾ കുറച്ച് നമ്മുടെ മഞ്ഞപ്പൊടി സ്റ്റൗമേക്കൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പം അത്രയേ ഉള്ളൂ. എൻ്റെ ബർത്ത്ഡേയുടെ വ്ലോഗ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. വലിയ സംഭവമൊന്നുമല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.